അൾട്ടിമേറ്റ് CS2 പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്പ്യൂട്ടർ സയൻസിന്റെ ചാപ്റ്റർ 10 PHP ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. PHP നമുക്കറിയാം, സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് PHP. PHPയുടെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് പ്രീ പ്രോസസർ എന്നാണ്. ഫ്രാൻസിസ് വിഡോഫ് ആണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അത് ഇന്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ് PHP എന്ന് പറയുന്നത്. അതുപോലെ PHP എഞ്ചിൻ ആണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. HTML പേജിനോടൊപ്പം നമുക്ക് എംബഡ് ചെയ്യാൻ പറ്റുന്നതാണ് PHP എന്ന് പറയുന്നത്. PHPയുടെ ബെനിഫിറ്റ്സ് എന്താന്ന് നോക്കാം. PHP എന്ന് പറയുന്നത് ഒരുവിധ ഡാറ്റാബേസുമായിട്ട് കോമ്പാറ്റബിൾ ആണ്. അതുപോലെ തന്നെ ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യാനുള്ള കാപ്പബിലിറ്റി PHP. അതുപോലെ ഫ്രീവെയർ ആണ്. അതുപോലെ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നതാണ്. മറ്റു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനേക്കാളും കുറച്ചുകൂടി സ്പീഡിൽ വർക്ക് എക്സിക്യൂട്ട് ചെയ്യാവുന്ന ഒരു ലാംഗ്വേജ് ആണ് PHP എന്ന് പറയുന്നത്. അതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാവുന്ന ലാംഗ്വേജ് ആണ് PHP എന്ന് പറയുന്ന ലാംഗ്വേജ്. നമുക്ക് PHP ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് PHP കോമ്പാറ്റബിൾ സെർവറും ഇന്റർപ്രറ്ററും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേയധികം പാക്കേജസ് അവൈലബിൾ ആണ്. വാമ്പ്, ലാമ്പ്, XAMPP എന്നൊക്കെ പറഞ്ഞിട്ട്. ലാമ്പ് എന്ന് പറയുകയാണെങ്കിൽ ലിനക്സ്, അപ്പാഷെ, MySQL, PHP. അത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള പാക്കേജ് ആണ് ലാമ്പ് എന്ന് പറയുന്നത്. വാമ്പ് എന്ന് പറയുന്നത് വിൻഡോസ്, അപ്പാഷെ, MySQL, PHP എന്നാണ്. അത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞു PHP എന്ന് പറയുന്നത് എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വർക്ക് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് XAMPP എന്ന് പറയുന്നത്. XOS, any OS എന്നുള്ളതാണ് XOS, Apache, MySQL, PHP and Perl. അതാണ് XAMPP എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു പാക്കേജ് നമ്മൾ OS ഏതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് HTTP 127.0.0.1 അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ PHPയുടെ അഡ്മിനിസ്ട്രേഷൻ പേജ് ആയിരിക്കും ഓപ്പൺ ആയി വരുന്നത്. അപ്പൊ നമുക്കത് ക്ലിയർ ആവും എവിടെയാണ് നമ്മുടെ PHP ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. PHP ഫയൽസ് നമ്മൾ .php എന്നുള്ള എക്സ്റ്റൻഷനിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. അത് നമ്മുടെ വെബ് സെർവറിന്റെ റൂട്ട് ഡയറക്ടറിയിലായിരിക്കും അത് സേവ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോഗ്രാംസ് റൺ ചെയ്യാനായിട്ട് പറ്റൂ. PHPയിലെ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെസ് സിമ്പിൾ ക്വസ്റ്റ്യൻ മാർക്ക് PHP എന്നുള്ള ടാഗോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻഡ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് ഗ്രേറ്റർ സിമ്പിൾ ആണ് അതിന്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പൊ അത് കാണുമ്പോഴാണ് PHP കോഡ് സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഗ്രേറ്റർ സിമ്പിൾ കാണുമ്പോഴാണ് അത് എൻഡ് ചെയ്തുള്ളത് എൻജിൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും. ഇനി എങ്ങനെയാണ് PHPയിൽ കമന്റ്സ് കൊടുക്കാൻ പറ്റുക? രണ്ട് ടൈപ്പിലാണ് നമുക്ക് കമന്റ്സ് കൊടുക്കാൻ പറ്റുന്നത്. ഒന്ന് സിംഗിൾ ലൈനും ഒന്ന് മൾട്ടി ലൈൻ. സിംഗിൾ ലൈൻ എന്ന് പറയുകയാണെങ്കിൽ ഡബിൾ സ്ലാഷ് ആണ് സിംഗിൾ ലൈൻ കമന്റ് കൊടുക്കാനായിട്ട്. മൾട്ടി ലൈൻ കമന്റ്സ് കൊടുക്കാനായിട്ട് /* ദെൻ കമന്റ്സ് എന്താണെങ്കിൽ കമന്റ്സ് എഴുതി കൊടുക്കുക, ദെൻ *// എന്നുള്ള രണ്ട് ടൈപ്പ് കമന്റ്സ് ആണ് നമുക്ക് PHPയിൽ കൊടുക്കാവുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മൾ ആദ്യത്തിലെ മൾട്ടി ലൈനിന്റെ എക്സാമ്പിൾ ആണ് ആദ്യം കാണിച്ചിട്ടുള്ളത്. ദെൻ സിംഗിൾ ലൈനിൽ മറ്റൊരു ലൈനിൽ മാത്രമായിട്ട് നമുക്ക് കമന്റ് കൊടുക്കാനായിട്ടാണ് ഡബിൾ സ്ലാഷ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇൻ PHPയിൽ യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെന്റ് നമ്മുടെ ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് എക്കോ ആൻഡ് പ്രിന്റ് എന്ന് പറയുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എല്ലാ എക്സാമിനും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടും നമുക്ക് ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗസറിനകത്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടും യൂസ് ചെയ്യുന്നത്. ഇനി എക്കോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് എക്കോയിൽ നമുക്ക് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ട്രാൻസിസ്റ്റോട് കൂടിയും അല്ലാതെയും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് രണ്ട് സ്റ്റേറ്റ്മെന്റ്സും പറ്റുന്നതാണ്. ഒരു എക്സാമ്പിൾ അവിടെ കാണിച്ചിട്ടുണ്ട്. എക്കോ വെൽക്കം ടു PHP, വെൽക്കം ടു വെബ് പ്രോഗ്രാമിംഗ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ എക്കോ ബ്രാക്കറ്റിനകത്ത് വെൽക്കം ടു PHP ആണ് എടുത്തത്. പിന്നെ പ്രിന്റ് വെൽക്കം ടു PHP ബ്രാക്കറ്റിൽ അത് കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രിന്റ് വെൽക്കം ടു PHP ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. എക്കോയും പ്രിന്റ് നമുക്ക് ബ്രാക്കറ്റ് കൊടുത്തും ബ്രാക്കറ്റ് ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്കോ മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പാരാന്തസിസ് ഇല്ലാതെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഔട്ട്പുട്ടുകൾ പ്രിന്റ് ചെയ്യാനായിട്ട് എക്കോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ഡിഫറൻസ് ആണ് ക്യാൻ ടേക്ക് മോർ ദാൻ 1 പാരാമീറ്റർ വെൻ യൂസ്ഡ് വിതൗട്ട് പാരാന്തസിസ്. പാരാന്തസിസ് ഇല്ലാതെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ പാരാമീറ്റേഴ്സ് നമുക്ക് എക്കോയിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രിന്റില് ആകെ ഒരു പാരാമീറ്റർ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. രണ്ടാമത്തെ ഡിഫറൻസ് ഡസ് നോട്ട് റിട്ടേൺ എനി വാല്യൂ. ഒരു വാല്യൂ എക്കോയിൽ റിട്ടേൺ ചെയ്യുന്നില്ല. പക്ഷെ പ്രിന്റില് നമ്മുടെ പ്രിന്റ് സക്സസ് ആവുകയാണെങ്കിൽ ട്രൂ അല്ലെങ്കിൽ 1 എന്നുള്ള വാല്യൂ റിട്ടേൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഫോൾസ് ആണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. എക്കോ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫാസ്റ്റർ ആണ് പ്രിന്റിനേക്കാളും. പ്രിന്റ് എക്കോയിനേക്കാളും സ്ലോവർ ആണ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. അതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇത് നിർബന്ധമായും എല്ലാവരും പഠിച്ചു വെച്ചേക്കാൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് വാർ ഡംപ്. വേരിയബിളിലെ നമ്മുടെ വാല്യൂന്റെ ഒപ്പം തന്നെ ഡാറ്റ ടൈപ്പിൽ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാർ ഡംപ് എന്ന് പറയുന്ന കമന്റ് യൂസ് ചെയ്യുന്നത്, പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്.
അപ്പൊ നമുക്ക് സിന്റാക്സിന്റെയാണ് വാർഡമ്പ് ഏതൊക്കെ വേരിയബിൾസിന്റെയാണ് നമുക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ആ വേരിയബിൾസ് കോമെന്റ് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോമെന്റ് കൊടുക്കുക. എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. നമുക്ക് A1 A2 A3 എന്നുള്ള 3 വേരിയബിൾസ് എടുത്തിട്ടുണ്ട്. അതിൽ 678 എന്നുള്ള ഇന്റിജർ വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നത്തേല് നമ്മള് സ്ട്രിംഗ് 678 ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നത്തെ ആപ്പിൾ എന്നുള്ള സ്ട്രിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ വാർഡം $A1 എന്ന് പറഞ്ഞപ്പോ നമുക്ക് ഡാറ്റ ടൈപ്പ് വന്നു, ബ്രാക്കറ്റിനകത്ത് 678 എന്നുള്ള വാല്യൂ വന്നു. ദെൻ അടുത്തതായിരുന്നു $A2 ആണ്. A2ല് 678 എന്നുള്ള സ്ട്രിംഗ് ആണ് കൊടുത്തിട്ടുണ്ടായത്. സ്ട്രിംഗ് ഡാറ്റ ടൈപ്പ് ആണ്, സൈസ് 3 ആണ് വന്നിരിക്കുന്നത്, 678 ആണ് വാല്യൂ വന്നിരിക്കുന്നത്. അടുത്തത് ആപ്പിൾ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ സ്ട്രിംഗ് 5 ആപ്പിൾ എന്നുള്ള സ്ട്രിംഗ് ആണ് പ്രിന്റ് ചെയ്തു. അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് 698.99 എന്നുള്ള നമ്പർ ആണ്. അപ്പൊ അത് ഫ്ലോട്ട് ടൈപ്പ് ആണ്. ഫ്ലോട്ട് ബ്രാക്കറ്റില് വാല്യൂ എത്രയാണ് വാല്യൂ ഉണ്ട് ഡിസ്പ്ലേ ചെയ്തത്. വാർഡമ്പ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പും അതിന്റെ വാല്യൂ ഒരുമിച്ച് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാർഡമ്പ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തത്. എങ്ങനെയാണ് ഒരു വേരിയബിൾ PHP എഴുതാൻ നോക്കാം. വേരിയബിൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് $സിമ്പിൾ വെച്ചിട്ട്. $സിമ്പിൾ വെച്ചിട്ടാണ് നമ്മുടെ വേരിയബിൾ നെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. നമ്മൾ എപ്പോഴാണ് വാല്യൂ അസൈൻ ചെയ്യുന്നത് അപ്പോഴാണ് അത് ക്രിയേറ്റഡ് ആവുന്നത്. ഇപ്പൊ നമ്മുടെ ഫോർമാറ്റ് എങ്ങനെയാണ് വേരിയബിൾ നെയിം ഈക്വൽ ടു വാല്യൂ സെമിക്കോളൻ, ഇതാണ് അതിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി PHP വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാനുള്ള റൂൾസ് ആണ് പറയുന്നത്. ആ വേരിയബിൾ നെയിം എപ്പോഴും $സിമ്പിൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് പിന്നാലെ തന്നെ നമ്മുടെ നെയിം ഓഫ് ദ വേരിയബിൾ കൊടുക്കണം. ഈ വേരിയബിളിന്റെ നെയിം കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ ലെറ്ററോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ ആയിരിക്കണം ആദ്യത്തെ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൽഫാന്യൂമറിക് ക്യാരക്ടേഴ്സും അണ്ടർസ്കോറും മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും അലൗഡ് അല്ല. പിന്നെ വേരിയബിൾ നെയിം കേസ് സെൻസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ സ്മോൾ ലെറ്റർ നെയിം എന്ന് കൊടുത്താലും ക്യാപിറ്റൽ ലെറ്റർ നെയിം എന്ന് കൊടുത്താലും രണ്ട് വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക, ഒരു വേരിയബിൾ ആയിട്ടല്ല കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോമ, കൊട്ടേഷൻ മാർക്ക്, പീരീഡ്, സ്പേസ് ഇതൊന്നും വേരിയബിൾ നെയിമിനകത്ത് അലൗഡ് ആണ്. നമ്മൾ ഐഡന്റിഫയറിന്റെ റൂൾസ് പോലൊക്കെ തന്നെയാണ് ഇതിന്റെ റൂൾസും വരുന്നത്. ഇനി നമ്മൾ PHPയിൽ വരുന്ന ഡാറ്റ ടൈപ്സ് ആണ്. 2 ടൈപ്പ് ഡാറ്റ ടൈപ്സ് ആണ് വരുന്നത്, സ്പെഷ്യൽ ഡാറ്റ ടൈപ്സും കോർ ഡാറ്റ ടൈപ്സും. കോർ എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ള ഡാറ്റ ടൈപ്സ് ആണ്. കോർ ഡാറ്റ ടൈപ്പ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത് ഇന്റിജർ, ഫ്ലോട്ട്, സ്ട്രിംഗ്, ബൂളിയൻ ഇതൊക്കെയാണ് കോർ ഡാറ്റ ടൈപ്പിൽ വരുന്നത്. സ്പെഷ്യൽ ഡാറ്റ ടൈപ്സ് വരുന്നതാണ് നള്ള്, ഒബ്ജക്റ്റ്, അറേ, അതുപോലെ തന്നെ റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കോർ ഡാറ്റ ടൈപ്സ് ഏതൊക്കെ നോക്കാം. ഇന്റിജർ ഹോൾ നമ്പേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി ഓർഡിനറി യൂസ് ചെയ്യുന്ന എല്ലാ നമ്പേഴ്സും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എല്ലാം വരുന്നത് ഇന്റിജർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. പിന്നെ വരുന്നതാണ് ഫ്ലോട്ട്. ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ് ഫ്ലോട്ട് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അടുത്തതാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. അപ്പൊ കോഡ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സിനാണ് സ്ട്രിംഗ് എന്ന് പറയുന്നത്. അത് ഡബിൾ കോഡ്സ് ആയാലും സിംഗിൾ കോഡ്സ് ആയാലും സ്ട്രിംഗ് എന്ന കാറ്റഗറിയിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ദെൻ ബൂളിയൻ, ട്രൂ ഓർ ഫോൾസ് വാല്യൂ വരുന്നതിനാണ് ബൂളിയൻ എന്ന് പറയുന്നത്. അപ്പൊ സ്മോൾ ലെറ്റർ ട്രൂ, ഫോൾസ്, അതുപോലെ തന്നെ 0 1 യെസ് ഓർ നോ എന്ന് പറയുന്നതെല്ലാം ബൂളിയൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ അടുത്താണ് സ്പെഷ്യൽ ഡാറ്റ ടൈപ്സ് പറയുന്നത്. ആദ്യത്താണ് നൾ ഡാറ്റ ടൈപ്പിന് ആകെ ഒരു വാല്യൂ ഉള്ളൂ. നൾ എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമേ നൾ ഡാറ്റ ടൈപ്പിനുള്ളൂ. നമുക്ക് വേരിയബിൾസിനെ എംപ്റ്റി ചെയ്യാനൊക്കെയായിട്ട് നമുക്ക് ഈ നൾ എന്നുള്ള വാല്യൂ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തതാണ് അറേ എന്ന് പറയുന്നത്. അറേ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കളക്ഷൻ ഓഫ് മൾട്ടിപ്പിൾ കണ്ടന്റ്സിനെയാണ് അറേ എന്ന് പറയുന്നത്. ഇവിടെ 3 ടൈപ്പ് അറേയാണ് വരുന്നത്, ഇൻഡെക്സ്ഡ്, അസോസിയേറ്റീവ്, അതുപോലെ തന്നെ മൾട്ടി ഡയമെൻഷണൽ അറേ. ഇതിൽ നമുക്ക് അറേക്ക് കീയും ആൻഡ് കറസ്പോണ്ടിങ് വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. ഓരോ അറേ എലമെന്റിനും ഒരു കീ ഉണ്ടായിരിക്കും, ഒരു കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ടായിരിക്കും. നമ്മൾ ഇൻഡെക്സ് എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഈ കീ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് ഒബ്ജക്ട്. ഒബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ C++ യൂസ് ചെയ്യുന്ന ഒബ്ജക്ട് പോലെ തന്നെയാണ്. അതിന് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, വേരിയബിൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇത് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. അടുത്തൊരു ടൈപ്പാണ് റിസോഴ്സസ് എന്ന് പറയുന്നത്. റിസോഴ്സസ് എന്ന് പറയുന്നത് ആക്ച്വൽ ഡാറ്റ ടൈപ്പ് അല്ല, അത് നമ്മുടെ എക്സ്റ്റേണൽ റിസോഴ്സിന് റെഫറൻസ് ആയിട്ട് വെക്കുന്നത് തന്നെയാണ് റിസോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഫയൽ ഹാൻഡ്ലറിന് അല്ലെങ്കിൽ ഡാറ്റാബേസ് ഒബ്ജക്റ്റിന് അതിന്റെയൊക്കെ റെഫറൻസ് ഹോൾഡ് ചെയ്യുന്ന ഒരു വേരിയബിൾ ആണ് റിസോഴ്സ് കൊണ്ട്. സ്പെഷ്യൽ ഫംഗ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിസോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും അത് യൂസ് ചെയ്യുന്നതൊക്കെ. അത് നമുക്ക് പഠിക്കാനില്ല. അപ്പൊ എന്താണ് 4 സ്പെഷ്യൽ ഡാറ്റ ടൈപ്സ് എന്ന് പഠിക്കാനുള്ളൂ. നള്ള്, ഒബ്ജക്റ്റ്, അതുപോലെ തന്നെ റിസോഴ്സ്, അറേ. അടുത്ത ടോപ്പിക്കാണ് ഓപ്പറേറ്റേഴ്സ് ഇൻ PHP. നമുക്കൊരു 8 ഓപ്പറേറ്റേഴ്സ് ആണ് PHP പഠിക്കാനുള്ളത്. ആദ്യത്തെ ടൈപ്പ് ഓപ്പറേറ്റർ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. നമ്മുടെ ഈക്വൽ ടു സിമ്പിൾ ആണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. പിന്നാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് പ്ലസ്, മൈനസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, മോഡ്യൂളോ ഇതൊക്കെയാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന കാറ്റഗറിയിൽ വരുന്നത്. പിന്നെ ഇതാണ് റിലേഷണൽ ഓപ്പറേറ്റർ. നമ്മൾ കമ്പാരിസണിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഇതൊക്കെയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. പിന്നെയുള്ളതാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ആൻഡ്, അതുപോലെ തന്നെ ഡബിൾ, ആംപർസാൻഡ്, ഓർ, ഡബിൾ, ഓറിന്റെ സിമ്പിള്, എക്സ് ഓർ, നോട്ട്, ഇതെല്ലാമാണ്
ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. ഇതെല്ലാം നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാത്തത്. പിന്നെ കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സ്, പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, മോഡ്യൂൾ ഈക്വൽ ടു, ഡിവിഷൻ ഈക്വൽ ടു, മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു, ഇതാണ് കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈക്വൽ ടു സിമ്പിളിന്റെ കൂടെ നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന ടൈപ്പിൽ വരുന്നതാണ് കമ്പൈൻഡ് ഓപ്പറേറ്റേഴ്സ്. പിന്നെ നമ്മുടെ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ, ഡിക്രിമെന്റ് ഓപ്പറേറ്റർ, പ്ലസ് പ്ലസ്, മൈനസ് മൈനസ് എന്നുള്ളത് പോസ്റ്റ് ഫിക്സും ഉണ്ട്, പ്രിഫിക്സും വരുന്നുണ്ട്. പിന്നത്തെ ഒരു കാറ്റഗറിയാണ് സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ്. സ്ട്രിംഗ് ഓപ്പറേറ്റേഴ്സ് കോൺകാറ്റിനേറ്റിംഗ് ഓപ്പറേറ്റർ ആണ് ഉള്ളത്. ഡോട്ട് ആണ് അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് സ്ട്രിങ്ങുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺകാറ്റിനേറ്റിംഗ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഡോട്ട് ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. പിന്നീടാണ് കോൺകാറ്റിനിങ് അസൈൻമെന്റ് ഓപ്പറേറ്റർ. ഡോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നതാണ് കോൺകാറ്റിനേറ്റിംഗ് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ അരിത്മെറ്റിക് ഓപ്പറേറ്ററിന്റെ കൂടെ ഈക്വൽ ടു സിമ്പിൾ യൂസ് ചെയ്തില്ലേ, അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ് ഡോട്ട് ഈക്വൽ ടു എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു വേരിയബിൾ ഡോട്ട് ഈക്വൽ ടു അടുത്ത വേരിയബിൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ വേരിയബിളിലേക്ക് ആദ്യത്തെ വേരിയബിളും രണ്ടാമത്തെ വേരിയബിളും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു റിസൾട്ടാണ് നമ്മൾ ആദ്യത്തെ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഒരു സ്ട്രിംഗ് 1 എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ട്. അതുപോലെ സ്ട്രിംഗ് 2 അതില് മോർണിംഗ് കൊടുത്തിട്ടുണ്ട്, സ്ട്രിംഗ് 1 ഗുഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ന്യൂ സ്ട്രിംഗ് ഈക്വൽ ടു സ്ട്രിംഗ് 1 ഡോട്ട് സ്ട്രിംഗ് 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ സ്ട്രിംഗ് 1 വാല്യൂ സ്ട്രിംഗ് 2 കൂടി കമ്പൈൻ ചെയ്യും. ഇപ്പൊ ഗുഡ് മോർണിംഗ് സ്ട്രിംഗ് ആയാലും ന്യൂ സ്ട്രിംഗ് കൂടി സേവ് ചെയ്യാണ്. അതുപോലെ തന്നെ സ്ട്രിംഗ് 1 ഡോട്ട് ഈക്വൽ ടു സ്ട്രിംഗ് 2 എന്ന് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ സ്ട്രിംഗ് 2ലെ കണ്ടന്റ് സ്ട്രിംഗ് 1ന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ട് സ്ട്രിംഗ് 1 തന്നെ സ്റ്റോർ ചെയ്യാണ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് നോക്കാം. ന്യൂ സ്ട്രിംഗ് പ്രിന്റ് ചെയ്തപ്പോഴും ഗുഡ് മോർണിംഗ് വന്നു, സ്ട്രിംഗ് പ്രിന്റ് ചെയ്തപ്പോഴും ഗുഡ് മോർണിംഗ് വന്നു. അടുത്താണ് എസ്കേപ്പ് സീക്വൻസസ്. ഒരു ബാക്ക് സ്ലാഷ്, അതൊരു സിംഗിൾ ക്യാരക്ടർ, അങ്ങനെ വരുന്നതാണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കുറേയധികം എസ്കേപ്പ് സീക്വൻസ് വന്നിട്ടുണ്ട്. സ്ലാഷ് കോഡ്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ കോഡ്സ് നമുക്ക് പ്രിന്റ് ചെയ്യും. അതുപോലെ തന്നെ സ്ലാഷ് സിംഗിൾ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ കോഡ് പ്രിന്റ് ചെയ്യും. സ്ലാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ന്യൂ ലൈൻ പ്രിന്റ് ചെയ്യാനുള്ളതാണ്. സ്ലാഷ് ടി എന്ന് പറയുകയാണെങ്കിൽ ഒരു ടാബ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ലാഷ് ടി എന്ന് പറയുന്നത്. സ്ലാഷ് ആർ ഒരു കാരേജ് റിട്ടേൺ ആണ്. സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സ്ലാഷ് ആണ് അതിന്റെ പ്രിന്റ് വരുന്നത്. അടുത്താണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ്. കൺട്രോൾ സ്ട്രക്ചേഴ്സ് നമുക്കറിയാം. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റും ഉണ്ട്, അതുപോലെ തന്നെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്, അതുപോലെ തന്നെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സും ഉണ്ട്. നമ്മൾ C++ യൂസ് ചെയ്യുന്ന എല്ലാ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇഫ്, എൽസ്, സ്വിച്ച് എല്ലാം നമുക്ക് ഈ ഒരു PHPയിലും യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ ഓപ്പറേറ്റേഴ്സും കൺട്രോൾ സ്ട്രക്ചേഴ്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് സ്ഥിരം വരാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് എളുപ്പമാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ഈ കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ജസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യമാണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇഫ് ബ്രാക്കറ്റിലെ എക്സ്പ്രഷൻ അതിനകത്ത് കോഡ് എഴുതി കൊടുക്കും. ആ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ നമുക്ക് കോഡ് താഴെ എഴുതിയിട്ടുള്ള കോഡ് എക്സിക്യൂട്ട് ആവും. എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. $A = 10, $B = 5, A greater than B ചെക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ A is bigger than B എന്നുള്ള റിസൾട്ട് പ്രിന്റ് ചെയ്തു. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 10 വലുത്, 5 ചെറുതാണ്. നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിയത് A is bigger than B എന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയത്. ഇനി എൽസ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഇഫ് കണ്ടീഷൻ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിന് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ എൽസിന്റെ പോർഷനിലുള്ള കോഡാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കുക. $A = 10, $B = 65 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇഫ് A greater than B ആണെങ്കിൽ A bigger എന്ന് പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ B is bigger than A എന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് $Aയില് 10ഉം അതുപോലെ $Bയില് 65 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ A എന്ന് പറയുന്നത് 10. അപ്പൊ നമുക്ക് Bയിലുള്ളതാണ് 65 ആണ് ലാർജസ്റ്റ് വാല്യൂ. നമുക്ക് B is greater than A എന്നുള്ള ഔട്ട്പുട്ട് ആണ് കിട്ടിയിട്ടുള്ളത്. എൽസിഫ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് എൽസിഫ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിന് തൊട്ട് താഴെയുള്ള വർക്ക് ചെയ്യും, അല്ലെങ്കിൽ അടുത്ത എൽസിഫിലുള്ള കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ അതിന് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യും. അല്ല ഒരു എൽസിഫിലെ കണ്ടീഷനും ട്രൂ ആയില്ലെങ്കിൽ ഏറ്റവും അവസാനമുള്ള എൽസ് പാർട്ട് വർക്ക് ചെയ്യും. അടുത്താണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ്. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സ്വിച്ച് ഓൺ സം വാല്യൂ, ആ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഏത് കേസ്, കുറെ കേസുകൾ ഉണ്ടായിരിക്കും, ആ കേസസ് വർക്ക് ചെയ്യുന്നത് തീരുമാനിക്കുന്നത്. അപ്പൊ കേസ് സ്പേസ് നമ്മുടെ എക്സ്പ്രഷൻ റിസൾട്ട് എന്താണ് റിസൾട്ട് ഫുൾ കോളം കൊടുക്കുക, അതിനകത്ത് എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അത് കൊടുക്കുക, അതിനുശേഷം ബ്രേക്ക് കൊടുക്കുക. അതിന് അടുത്ത കേസ്. ഇനി ഒറ്റ കേസുകളും കറക്റ്റായി നമുക്ക് ഈക്വലായി വന്നില്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഡിഫോൾട്ട് എന്ന് പറയുന്ന പോർഷൻ ഉണ്ട്. ആ ഡിഫോൾട്ട് പോർഷൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഈ ലൂപ്പ് എന്ന് പറയുന്നത് വൈൽ ലൂപ്പ്, ഫോർ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുന്നു, അത് ട്രൂ ആയിടത്തോളം കാലം അടിയുള്ള കോഡ് റിപ്പീറ്റ് ആയിട്ട് വർക്ക് ചെയ്യും.
അത് എൻട്രി കൺട്രോൾ ലൂപ്പാണ്, എൻട്രിയിലാണ് ചെക്ക് ചെയ്യുന്നത്. ഡു വൈൽ ലൂപ്പ്, ഡു വൈൽ എൻട്രി കൺട്രോൾ എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ് ഡു വൈൽ എന്ന് പറയുന്നത്. എക്സിറ്റ് ചെയ്യുമ്പോഴാണ് അത് ചെക്ക് ചെയ്യുന്നത് കണ്ടീഷൻ. ഫോർമാറ്റ് സിന്റാക്സ് കറക്റ്റ് C++ സിന്റാക്സ് തന്നെയാണ്. അതിൽ യൂസ് ചെയ്തിട്ടുള്ള വേരിയബിൾ നെയിമും സ്റ്റേറ്റ്മെന്റിന്റെ പേരും മാത്രമാണ് ശ്രദ്ധിക്കാറ്. ഇനി ഫോർ ലൂപ്പിന് അന്ന് പ്രത്യേകത ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും, ഒരു ഇൻക്രിമെന്റ് അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് വർക്ക് ചെയ്യുന്നത്, ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്യും, ട്രൂ ആണെങ്കിൽ താഴെയുള്ള കോഡ് വർക്ക് ചെയ്യും, ഒരു പ്രാവശ്യം വർക്ക് ചെയ്തതിനു ശേഷം ഇൻക്രിമെന്റ് അപ്ഡേറ്റ് ഓപ്പറേഷൻ വർക്ക് ചെയ്യും, വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അങ്ങനെയാണ് ഫോർ ലൂപ്പിന്റെ വർക്കിംഗ് പോകുന്നത്. ഈ കണ്ടിന്യൂ ആൻഡ് ബ്രേക്ക്, കണ്ടിന്യൂ നമുക്ക് കറന്റ് ഐറ്ററേഷൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഐറ്ററേഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് കണ്ടിന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ നമുക്ക് വർക്ക് ചെയ്യുന്ന ലൂപ്പ് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതില് ഒരു ഓപ്ഷണൽ നമ്പർ ആർഗ്യുമെന്റ് കൂടി വരുന്നുണ്ട്. ആ നമ്പർ നമ്മൾ ബ്രേക്ക് 1 കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇന്നർ ലൂപ്പിൽ അത് എക്സിറ്റ് ആയിട്ട് കൊടുക്കും. അങ്ങനെ എത്രയാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് അതിന്റെ എക്സിറ്റിംഗ് വരുന്നത്. അടുത്താണ് അറേ ഇൻ PHP. അറേ എന്ന് പറഞ്ഞാൽ നമുക്ക് കീ ആൻഡ് വാല്യൂ പെയർ ആണ് അറേ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഒരു കീ ഉണ്ടായിരിക്കും. കീ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് നമ്പേഴ്സ് ആയിരിക്കാം, സ്ട്രിങ്ങും ആയിരിക്കാം. നമുക്ക് ഓർഡിനറി നമ്മൾ C++ പഠിച്ച അറേക്കകത്ത് നമുക്ക് ഇൻഡെക്സ് വാല്യൂ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് നമ്പർ മാത്രമേ പറ്റിയിരുന്നുള്ളൂ. ഇവിടെ നോൺ നെഗറ്റീവ് നമ്പറും പറ്റും, അതുപോലെ തന്നെ സ്ട്രിംഗ് വാല്യൂ നമുക്ക് കീ ആയിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പൊ 3 ടൈപ്പ് അറേയാണ് വരുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ഇൻഡെക്സ്ഡ് അറേ, അതുപോലെ തന്നെ അസോസിയേറ്റീവ് അറേയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഡെക്സ്ഡ് അറേ എന്ന് പറയുന്നത് നമ്മൾ C++ യൂസ് ചെയ്യുന്ന അതേ അറേ തന്നെയാണ് ഇൻഡെക്സ്ഡ് അറേ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് നോൺ നെഗറ്റീവ് നമ്പേഴ്സ് ആണ്, നോൺ നെഗറ്റീവ് ഇന്റിജർ വാല്യൂസ് ആണ് കീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അറേ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അറേ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ സിന്റാക്സ് നോക്കാം. അറേ നെയിം, അറേ ബ്രാക്കറ്റില് വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3, കോമിട്ട് എത്ര വാല്യൂസ് ഉണ്ടോ അത്രയും വാല്യൂസ് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ $array of key ഈക്വൽ ടു വാല്യൂ, നമ്മൾ C++ ചെയ്ത് അതേ ഫോർമാറ്റ് തന്നെയാണ് ഇവിടെ രണ്ടാമത്തേതായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. രജിസ്റ്റർ നമ്പർ എന്നുള്ള അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്. അറേ ഓഫ് രജിസ്റ്റർ നമ്പർ, 3 രജിസ്റ്റർ നമ്പേഴ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. കളേഴ്സ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിന് നമ്മൾ അറേ എന്നുള്ള ഫംഗ്ഷൻ വെച്ചിട്ട് 3 വാല്യൂസ് കൊടുത്തിരിക്കുകയാണ്. റെഡ്, ബ്രൗൺ, യെല്ലോ എന്നുള്ള വാല്യൂസ് കൊടുക്കണം. ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ പകരമായിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം, രജിസ്റ്റർ നമ്പർ ഓഫ് 0 ഈക്വൽ ടു ആദ്യത്തെ നമ്പർ കൊടുത്തു, രജിസ്റ്റർ നമ്പർ ഓഫ് 1 ഈക്വൽ ടു അടുത്ത നമ്പർ കൊടുത്തു. അങ്ങനെയും വേണമെങ്കിൽ നമുക്ക് വാല്യൂസ് അസൈൻ ചെയ്യാം. ഇനി ഒറ്റൊരു സ്റ്റേറ്റ്മെന്റ് വഴി അറേ പ്രിന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് print_r എന്ന് പറയുന്ന ഫംഗ്ഷൻ. അപ്പൊ print_r നമുക്ക് പ്രിന്റ് ചെയ്യുന്ന അറേയുടെ പേര് കൊടുത്തു കഴിഞ്ഞാല് അറേ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ ഫോർ ലൂപ്പ് വെച്ചിട്ട് ഓരോരോ ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ട് വേണം പ്രിന്റ് ചെയ്യാൻ. അടുത്താണ് അസോസിയേറ്റീവ് അറേ. അസോസിയേറ്റീവ് അറേയിൽ കീ എന്ന് പറയുന്നത് സ്ട്രിംഗ് ആയിരിക്കും. സ്ട്രിംഗ് കീ ആയിട്ട് വരുന്ന അറേയാണ് അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിന്റാക്സ് നോക്കുക. അറേ ഓഫ് കീ വാല്യൂ, കീ വാല്യൂ ആ ഫോർമാറ്റിലാണ് നമ്മൾ അതില് വാല്യൂസ് കൊടുക്കേണ്ടത്. അപ്പൊ റിസൾട്ട് എന്ന് പറയുന്ന ഒരു അറേ കൊടുത്തിട്ടുണ്ട്. അറേ അതില് ഹരി എന്ന് പറഞ്ഞൊരു കുട്ടി, അതാണ് നമ്മുടെ കീ എന്ന് പറയുന്നത്. ആ കുട്ടിയുടെ മാർക്കാണ് 35 എന്ന് പറയുന്നത്. അതുപോലെ ജോൺ എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിയുടെ മാർക്കാണ് 37 എന്ന് പറയുന്നത്. മിനി 43 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സിന് പകരം എന്ത് കൊടുക്കുകയാണ്, സ്ട്രിംഗ് തന്നെ ഇൻഡെക്സ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് ഈ അസോസിയേറ്റീവ് അറേ എന്ന് പറയുന്നത്. ഫോർ ഈച്ച് എന്ന് പറയുന്ന ലൂപ്പ് അൺനോൺ നമ്പർ ഓഫ് എലമെന്റ്സ് അറേയിൽ വരികയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ ഫോർ ഈച്ച് എന്നുള്ള ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഫോർ ഈച്ച് എന്ന് പറയുന്ന ലൂപ്പ് അറേയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ 2 ഫോർമാറ്റിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഒന്ന് for each $array as $value എന്നുള്ള ഫോർമാറ്റ്. കറന്റ് അറേ എലമെന്റ് $വാല്യൂക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്. ദെൻ അറേ പോയിന്റർ 1 by 1 ആയിട്ട് മൂവ് ചെയ്യും. ലാസ്റ്റ് അറേയിലെ എലമെന്റ് എത്തുന്നതുവരെ 1 by 1 ആയിട്ട് മൂവ് ചെയ്യുന്നതാണ് ഈ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഫോർമാറ്റ് ആണ് for each $array as $key $value എന്നാണ് ഫോർമാറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് കറന്റ് എലമെന്റ് $വാല്യൂക്കും കീ ഓഫ് കറന്റ് അറേ എലമെന്റ് കീയിലേക്കും അസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ തന്നെ അറേ പോയിന്റർ ലാസ്റ്റ് എലമെന്റ് എത്തുന്നതുവരെ 1 by 1 ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അടുത്താണ് ഫംഗ്ഷൻസ് ഇൻ PHP. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് നമുക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫംഗ്ഷൻ നെയിം ബ്രാക്കറ്റ്, നമുക്ക് ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ആർഗ്യുമെന്റ്സ് കൊടുക്കുക, ആർഗ്യുമെന്റ്സ് ഇല്ലാതെ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ് PHPയിൽ വരുന്നത്. ആദ്യത്താണ് ഡേറ്റ്. ഡേറ്റും ടൈമും ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഡേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡേറ്റ് ഫോർമാറ്റ് കോമ ടൈം സ്റ്റാമ്പ്. ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത് ഡേറ്റ് ആൻഡ് ടൈം കമ്പൈൻ ചെയ്തിട്ടാണ് ടൈം സ്റ്റാമ്പ് എന്ന് പറയുന്നത്. ഡിഫോൾട്ട് വാല്യൂ വരുന്നത് കറന്റ് ഡേറ്റ് ആൻഡ് ടൈം ആണ്. ഇനി ഫോർമാറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഡേറ്റിന്റെ ഫോർമാറ്റ് ആണ്. അത് സ്മോൾ ലെറ്റർ D എന്നത് ഡേ ഓഫ് മന്ത് ആണ്. അത് 01 to 31 വരെ. അതുപോലെ തന്നെ Y എന്ന് പറയുന്നത് ഇയർ ആണ്. അത്
4 ഡിജിറ്റ്സ് നമ്പർ ആണ് ഇയർ എന്ന് ഉദ്ദേശിക്കുന്നത്. എം എന്ന് പറയുന്നത് മന്ത് ആണ്. അത് നമുക്ക് 12 മന്ത്സ് ആണുള്ളത്. അപ്പൊ 01 to 12 വരെയാണ് ഇത് വാല്യൂ വരുന്നത്. പിന്നെ എൽ ആണ് ഡേ ഓഫ് ദ വീക്ക്, വീക്കിലെ ഡേ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ടാണ് എൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സ്ട്രിംഗ് ഫംഗ്ഷൻസ് ആണ്. സ്ട്രിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ആദ്യത്തെ CHR എന്നുള്ള ഫംഗ്ഷൻ ആണ്. CHR എന്നുള്ള ഫംഗ്ഷൻ ആസ്കി വാല്യൂന്റെ റെസ്പോണ്ടിങ് ക്യാരക്ടർ ആണ് നമുക്ക് ഇതിൽ ഡിസ്പ്ലേ വരുന്നത്. strlen നമുക്കറിയാം സ്ട്രിംഗ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ളതാണ് strlen എന്ന് പറയുന്നത്. അതിന്റെ ഫോർമാറ്റ് strlen ബ്രാക്കറ്റിൽ സ്ട്രിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്ട്രിംഗിന്റെ എത്ര ലെങ്ത് ഉണ്ടെന്നുള്ള ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നതാണ്. strpos സ്ട്രിംഗിന്റെ വേറൊരു സ്ട്രിംഗിന്റെ പൊസിഷൻ എവിടെയാണ്, ഫസ്റ്റ് ഒക്കറൻസ് വരുന്ന പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനാണ് strpos എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ strcmp കമ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. strcmp സ്ട്രിംഗ് 1, സ്ട്രിംഗ് 2 എന്ന ഫോർമാറ്റ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക് ആണ് 3 ടയർ ആർക്കിടെക്ചർ ഓഫ് PHP യൂസ് ചെയ്യുന്നത് ക്ലയന്റ് സെർവർ ആർക്കിടെക്ചർ ആണ്. വെബ് ബ്രൗസർ, ആപ്ലിക്കേഷൻ പ്രോഗ്രാം, അതുപോലെ ഡാറ്റാബേസ്, സ്റ്റോറേജ് എന്നുള്ള മൂന്ന് ലെയർ ആയിട്ടാണ് ഇതിൽ തിരിച്ചിരിക്കുന്നത്. ഈ ലെയേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 3 ടയർ എന്ന് പറയുകയാണെങ്കിൽ 3 ലെയേഴ്സ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. വെബ് ബ്രൗസർ, ആപ്ലിക്കേഷൻ പ്രോഗ്രാം, സ്റ്റോറേജ്. ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ ടയർ 1 എന്ന് പറഞ്ഞ ബ്രൗസർ അല്ലെങ്കിൽ ക്ലയന്റ്, ടയർ 2 എന്ന് പറഞ്ഞ വെബ് സെർവർ കാണിച്ചിട്ടുണ്ട്. ടയർ 3 എന്ന് പറഞ്ഞ ഡാറ്റാബേസ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ടയർ 1 എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡ് ആണ്, നമ്മുടെ ബ്രൗസർ അല്ലെങ്കിൽ ക്ലയന്റ് ആണ്. ആള് HTML അല്ലെങ്കിൽ HTML എംബഡഡ് വിത്ത് ജാവാസ്ക്രിപ്റ്റോ ആയിട്ടുള്ള പേജ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് റിക്വസ്റ്റ് അല്ലെങ്കിൽ എന്താണ് നമുക്ക് പ്രോസസ് ചെയ്യേണ്ട കാര്യം, ആ റിക്വസ്റ്റ് നമ്മൾ സെർവറിന് സെൻഡ് ചെയ്യുന്നു. സെർവർ ആണ് ടയർ 2 എന്ന് പറയുന്നത്. സെർവർ ഇതിൽ നിന്ന് PHP പ്രോഗ്രാംസ്, നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൽ ഇത് സെർവറിനകത്താണല്ലോ, സെർവറിനകത്തുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് റൺ ചെയ്യുന്നു. ദെൻ നമ്മുടെ ഡാറ്റാബേസിലേക്ക് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. ഡാറ്റാബേസിൽ നിന്ന് മൂന്നാമത്തെ ടയർ ആണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഡാറ്റാബേസിൽ നിന്ന് ഈ ക്വറി പ്രോസസ് ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഡാറ്റാസ് സെർവറിലോട്ടോ അല്ലെങ്കിൽ സെർവറിൽ നിന്നുള്ള ഡാറ്റാബേസിലോ സേവ് ചെയ്യാണ് നമ്മുടെ ബാക്ക് എൻഡ് ആയിട്ടുള്ള ഡാറ്റാബേസ് ചെയ്യുന്നത്. ദെൻ തിരിച്ച് നമ്മുടെ റിസൾട്ട് സെർവറിലോട്ട് വരുന്നു. സെർവർ അത് പ്രോസസ് ചെയ്തതിനു ശേഷം വെബ് ബ്രൗസറിലോട്ട് ഡാറ്റ തിരിച്ച് സെൻഡ് ചെയ്യും. അങ്ങനെയാണ് 3 ടയറിലായിട്ട് PHP വർക്ക് ചെയ്യുന്നത്. PHP യൂസ് ചെയ്യുന്ന കുറച്ച് ഗ്ലോബൽ വേരിയബിൾസ് ഉണ്ട്. ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ ഏത് ഭാഗത്തുനിന്നാണെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാവുന്ന വേരിയബിൾസിനെയാണ് ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. PHP യൂസ് ചെയ്യുന്ന സൂപ്പർ ഗ്ലോബൽ അറേസ് ആണ് $_ഗ്ലോബൽസ്. അത് നമുക്ക് ഗ്ലോബൽ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഗ്ലോബൽസ് എന്നുള്ള സൂപ്പർ ഗ്ലോബൽ അറേ യൂസ് ചെയ്യുന്നത്. $_സെർവർ സെർവറിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ എടുക്കാൻ വേണ്ടിയാണ് $_സെർവർ എന്നുള്ള അറേ യൂസ് ചെയ്യുന്നത്. $_ഗെറ്റ് നമ്മൾ ഗെറ്റ് മെത്തേഡ് വഴി പാസ് ചെയ്യുന്ന ഡാറ്റനെ ആക്സസ് ചെയ്യാനായിട്ടാണ്. $_പോസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് മെത്തേഡ് വഴി സെൻഡ് ചെയ്യുന്ന ഡാറ്റനെ ആക്സസ് ചെയ്യാനായിട്ടാണ്. $_റിക്വസ്റ്റ് എന്ന് പറയുന്നത് HTTP റിക്വസ്റ്റ് വഴി സെൻഡ് ചെയ്യുന്ന ഡാറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ $_സെഷൻ എന്ന് പറയുന്നത് നമുക്ക് സെഷൻ യൂസർ ക്രിയേറ്റ് ചെയ്യുന്ന സെഷൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. $_കുക്കി എന്ന് പറയുന്നത് യൂസറിൻ്റെ ബ്രൗസറിൽ കുക്കിയായിട്ട് സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിയാണ് $_കുക്കി എന്ന് പറയുന്നത്. $ഗ്ലോബൽസ് എന്ന് പറയുന്നത് ഗ്ലോബൽ വേരിയബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലെ ഡാറ്റനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ $_ഗ്ലോബൽസ് എന്ന് പറഞ്ഞ് യൂസ് ചെയ്യുന്നത്. $_സെർവർ എന്ന് പറയുന്നത് സെർവറിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻസ്, സെർവറിൻ്റെ നെയിം, അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് നെയിം, അത് കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള അറിയാണ്. $_റിക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗെറ്റ്, പോസ്റ്റ്, കുക്കി ആ സൂപ്പർ ഗ്ലോബൽസിൻ്റെ ഡാറ്റാസ് കണ്ടെയ്ൻ ചെയ്യുന്ന അറേനെയാണ് $_റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഇനി $_പോസ്റ്റ് എന്ന് പറയുന്നത് പോസ്റ്റ് മെത്തേഡ് വഴി നമ്മൾ സെൻഡ് ചെയ്ത ഡാറ്റാസ് എടുക്കാനായിട്ടാണ് $_പോസ്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് $_പോസ്റ്റ് ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ ടെക്സ്റ്റ് ബോക്സ് നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ ആക്സസ് ചെയ്യാൻ പറ്റും. ഗെറ്റ് മെത്തേഡ് വഴി സെൻഡ് ചെയ്യുന്ന ഡാറ്റയാണ് നമ്മളിത് ആക്സസ് ചെയ്യുന്നത്. ഗെറ്റ് മെത്തേഡ് നമ്മൾ ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അതെല്ലാവർക്കും വിസിബിൾ ആയിട്ടാണ് സെൻഡ് ആവുന്നത്. URL-ലൊക്കെയാണ് ഡാറ്റ സെൻഡ് ആവുന്നത്. അതുപോലെ തന്നെ അതിന് 2000 ക്യാരക്ടേഴ്സൊക്കെ സെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പോസ്റ്റ് മെത്തേഡ് എന്ന് പറയുകയാണെങ്കിൽ അത് ഇൻവിസിബിൾ ആയിട്ടാണ് സെൻഡ് ആവുന്നത്. അതുപോലെ HTTP റിക്വസ്റ്റിൻ്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കും അത് സെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ആർക്കും വിസിബിൾ ആയിരിക്കില്ല. നമുക്ക് മാക്സിമം ലിമിറ്റ് ഒന്നും അതിന് സെറ്റ് ചെയ്തിട്ടില്ല. പാസ്വേഡ് പോലെയുള്ള സെൻസിറ്റീവ് ഡാറ്റ സെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഗെറ്റ് മെത്തേഡ് ഒരിക്കലും യൂസ് ചെയ്യാറില്ല. ഗെറ്റ് മെത്തേഡും പോസ്റ്റ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഗെറ്റ് മെത്തേഡിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ വിസിബിൾ ആയിരിക്കും, അഡ്രസ് പറഞ്ഞത് വിസിബിൾ ആയിരിക്കും. അതുപോലെ URL-ൻ്റെ പാർട്ടൊക്കെ ആയിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. പോസ്റ്റ് മെത്തേഡിൽ ഡാറ്റ വിസിബിൾ ആയിരിക്കില്ല, എൻക്രിപ്റ്റഡ് ഫോമിലായിരിക്കും ഡാറ്റ സെൻഡ് ചെയ്യുന്നത്. പിന്നെ ഗെറ്റ് മെത്തേഡിൽ നമുക്ക് പേജ് ലിങ്ക് ബുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും, പോസ്റ്റിൽ ബുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല. ഗെറ്റ് മെത്തേഡിൽ നമുക്ക് URL-ൻ്റെ പാർട്ടായിരിക്കും ഡാറ്റ സബ്മിറ്റ് ചെയ്യുന്നത്. പോസ്റ്റിനകത്ത് HTTP റിക്വസ്റ്റിൻ്റെ പാർട്ടായിട്ടായിരിക്കും നമ്മൾ ഡാറ്റ സബ്മിറ്റ് ചെയ്യുന്നത്. ഇനി ഗെറ്റ് മെത്തേഡിൽ
സെക്യൂർ അല്ല, പക്ഷെ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. പോസ്റ്റ് മെത്തേഡിൽ സെക്യൂർ ആണ്, പക്ഷെ സ്ലോ ആയിരിക്കും. അതുമാതിരി ഗെറ്റ് മെത്തേഡ് 2000 ക്യാരക്ടേഴ്സ് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പോസ്റ്റ് മെത്തേഡിന് അങ്ങനെ ലിമിറ്റ് ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. PHP MySQL ഡാറ്റാബേസ് കണക്ട് ചെയ്യാനായിട്ട് 4 സ്റ്റെപ്സ് കാണുള്ളത്. ഈ സ്റ്റെപ്സ് റീഓർഡർ ചെയ്യാനായിട്ട് ഉള്ള ക്വസ്റ്റ്യൻ നമുക്ക് തരാറുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് ഓപ്പൺ എ കണക്ഷൻ ടു MySQL ഡാറ്റാബേസ് ആയിട്ട് ഒരു കണക്ഷൻ ഓപ്പൺ ചെയ്യണം. രണ്ടാമത് ഏത് ഡാറ്റാബേസിൽ നിന്നാണ് നമുക്ക് ഡാറ്റ എടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ ഡാറ്റാബേസിൻ്റെ പേര് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. പിന്നെ മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യലാണെങ്കിലും ഡാറ്റ റിട്രീവ് ചെയ്യലായാലും ചെയ്യുന്നത്. നാലാമത്തേതാണ് ക്ലോസ് ദ ഡാറ്റാബേസ് കണക്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്തത് ക്ലോസ് ചെയ്യാണ് നാലാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ഈ സ്റ്റെപ്സുകൾ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെച്ചിരിക്കണം. ഒരു കണക്ഷൻ ഓപ്പൺ ചെയ്യാനായിട്ട് MySQL_connection എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അതിന് 3 ആർഗ്യുമെൻറ്റ്സ് ആണ്. സെർവറിൻ്റെ പേര്, നമ്മുടെ യൂസർ നെയിം, പാസ്വേഡ്. ആ സക്സസ് ആവുകയാണെങ്കിൽ ഒരു ലിങ്ക് ഐഡൻറ്റിഫയർ ആണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്, അല്ലെങ്കിൽ നൾ വാല്യൂ ആണ് റിട്ടേൺ കിട്ടുന്നത്. അതിൻ്റെ ഫോമാറ്റാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ലോക്കൽ ഹോസ്റ്റ് എന്നുള്ള സെർവറിൽ നമ്മുടെ യൂസറേയും പാസ്വേഡും വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. ഡാറ്റാബേസ് സ്പെസിഫൈ ചെയ്യാനായിട്ട് MySQL_select_db ഫംഗ്ഷനാണ്. സക്സസ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. അപ്പോൾ select_db ഡാറ്റാബേസിൻ്റെ പേര് എഴുതി കൊടുക്കുകയാണ് അതിൽ ചെയ്യുന്നത്. ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ക്വറി എക്സിക്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് MySQL_query. ബ്രാക്കറ്റിനകത്ത് നമ്മുടെ ക്വറി എന്താണ് ക്വറി എഴുതി കൊടുക്കും. ഇനി ആ റിസൾട്ടിൽ നിന്ന് കിട്ടിയ റിസൾട്ട് ഓരോ റോ ആയിട്ട് ഫെച്ച് ചെയ്തെടുക്കുകയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് MySQL_fetch_array എന്ന് പറയുന്നത്. അറേ വൈസ് ആണ് നമുക്ക് റിട്ടേൺ വാല്യൂ വരുന്നത്. അപ്പോൾ ഓരോ റോ വൈസ് ആയിട്ടാണ് നമ്മൾ ഡാറ്റ അതിൽ നിന്ന് ആക്സസ് ചെയ്തെടുക്കുന്നത്. അതിന് യൂസ് ചെയ്യുന്നതാണ് fetch_array എന്ന് പറയുന്ന ഫംഗ്ഷൻ. ലാസ്റ്റ് സ്റ്റെപ്പാണ് MySQL_close എന്ന് പറയുന്നത്. നമ്മുടെ ആർഗ്യുമെൻറ്റ് ലിങ്ക് ഐഡൻറ്റിഫയർ ആണ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലിങ്ക് ഐഡൻറ്റിഫയർ ആണ് അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത കണക്ഷനോടെ ക്ലോസ് ചെയ്യാണ് അതിൽ ചെയ്യുന്നത്. രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കാണാനുള്ള പ്രോഗ്രാമാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് PHP ഫയലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സെർവർ റൂട്ട്, യൂസർ നെയിം, പാസ്വേഡൊക്കെ റൂട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാറ്റാബേസിൻ്റെ പേര് MySQL എന്നാണ്. അപ്പോൾ നമ്മൾ കണക്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു ഡാറ്റാബേസ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഡാറ്റാബേസിന് സെലക്ട് സ്റ്റാർട്ട് ഫ്രം നമ്മുടെ ഡാറ്റാബേസ് വേർ രജിസ്റ്റർ നമ്പർ നമ്മൾ കൊടുത്ത് രജിസ്റ്റർ നമ്പർ കൊടുത്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തു. ഇനി അത് വെച്ചിട്ട് നമ്മൾ മാർക്കിനെ ബേസ് ചെയ്തിട്ട് ഏത് ഗ്രേഡ് ആണെന്നത് കാൽക്കുലേറ്റ് ചെയ്യാണ് അതിൽ ചെയ്തിട്ടുള്ളത്. ചാപ്റ്റർ 10 PHPയുടെ തീർന്നിരിക്കുകയാണ്. ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് ചെയ്യുന്നത്. ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്